എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനടുത്തുള്ള ബാങ്കിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. SBI ആണ് വിളിച്ചിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പ്രൊബേഷണറി ഓഫീസേഴ്സ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതുമായ സമയം 27/12/2024 മുതൽ 16/1/2025 വരെയാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.bank.sbi കാരിയേഴ്സ് പേജിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കോൾ ലെറ്റർ അഡ്വൈസ് ഇമെയിലായാണ് ലഭിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ച ശേഷം ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒന്നാം ഘട്ടമായ പ്രിലിമിനറി പരീക്ഷയുടെയും രണ്ടാം ഘട്ടമായ മെയിൻസ് പരീക്ഷയുടെയും മൂന്നാം ഘട്ടമായ ഗ്രൂപ്പ് എക്സസൈസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സമയം ഒരു അപേക്ഷ മാത്രമേ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൊബേഷണറി ഓഫീസർ തസ്തികയിൽ നിലവിൽ 600 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതും ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതുമായ തീയതി 27/12/2024 മുതൽ 16/1/2025 വരെയാണ്. പ്രിലിമിനറി എക്സാം നടത്തപ്പെടുന്നത് 2025 മാർച്ച് 8, 15 തീയതികളിലാണ്. രണ്ടാം ഘട്ട ഓൺലൈൻ മെയിൻ എക്സാം നടത്തപ്പെടുന്നത് 2025 ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. മൂന്നാം ഘട്ടമായ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നിവ നടത്തപ്പെടുന്നത് 2025 മെയ്, ജൂൺ മാസങ്ങളിലാണ്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും 2025 ജൂൺ മാസത്തിലാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC, SC, ST, PWBD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് 3 വർഷവും SC, ST കാറ്റഗറിക്ക് 5 വർഷവും PWBD ജനറൽ കാറ്റഗറിക്ക് 10 വർഷം, PWBD OBC കാൻഡിഡേറ്റ്സിന് 12 വർഷം, PWBD SC, STക്ക് 15 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത്. സർവീസ്മാൻ കാറ്റഗറിക്ക് 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ. പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളിലായാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഒന്നാം ഘട്ടം പ്രിലിമിനറി എക്സാമാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള 100 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണബിൾ എബിലിറ്റി എന്നിവയാണ് ഇതിൻ്റെ സിലബസായി വരുന്നത്. രണ്ടാം ഘട്ടമായ മെയിൻസ് എക്സാമിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് 200 ക്വസ്റ്റ്യൻസും 50 മാർക്കിന് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റുമാണ് നടത്തപ്പെടുന്നത്. മൂന്നാം ഘട്ടത്തിൽ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയാണ് നടത്തപ്പെടുന്നത്. ആകെ 50 മാർക്കിനാണ് നടത്തപ്പെടുന്നത്. ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സിന് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. SC, ST, PWBD കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓൺലൈനായി മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് റീഫണ്ട് ചെയ്യപ്പെടുന്നതുമല്ല. കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട്. പ്രിലിമിനറി എക്സാമിൻ്റെ എക്സാം സെൻറ്ററായി വരുന്നത് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് പ്രിലിമിനറി എക്സാം നടത്തപ്പെടുന്നത്. മെയിൻ എക്സാം കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.bank.sbi കരിയേഴ്സ് പേജിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതും ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതുമായിട്ടുള്ള തീയതി 16/1/2025 ആണ്. വീടിനടുത്തുള്ള ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.